രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും സ്വന്തം നേതാവിനെയാകും ജീവിതത്തിൽ മാതൃകയാക്കാൻ ശ്രമിക്കുക. അവരുടെ ജീവിത രീതി, പ്രഭാഷണ ശൈലി, മാനറിസം ഇതൊക്കെ അനുകരിക്കാൻ നോക്കും. ഒരിക്കൽ നേതാവിനെ പോലെ ആകണമെന്ന് സ്വപ്നം കാണും. ഒരു കാലത്ത് ഇങ്ങനെ ആരും അനുകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന കുറേ നേതാക്കളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളെയാണോ യൂത്ത് കോൺഗ്രസുകാർ റോൾ മോഡലാക്കുന്നതെന്നൊരു സംശയം. അയാളുടെ ജീവിത രീതികളും ലൈംഗിക വൈകൃതവുമൊക്കെ പിന്തുടരുന്ന പലരുടെയും തനി സ്വഭാവം പുറത്തു വരുന്നുണ്ട്. കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരിയുടെ ശല്യം കാരണം വിവാഹിതയായ ഒരു യുവതിയാണ് ജീവനൊടുക്കിയത്. 35-കാരിയുടെ ആത്മഹത്യയിൽ എങ്ങനെയാണ് സുഹൈലിലേക്ക് അന്വേഷണം എത്തിയത്? ഇതോടൊപ്പം വയനാട്ടിൽ ലൈംഗിക പീഡനത്തിനിരയായ +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിവാഹിതരായ സ്ത്രീകളുമായി സൗഹൃദം കൂടുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത യുവ നേതാവ്. നിരവധി യുവതികൾ പരാതിയുമായി എത്തിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തനി സ്വഭാവം പുറംലോകം അറിഞ്ഞത്. എന്നാൽ കൊല്ലത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ലൈംഗിക വൈകൃതം മനസ്സിലായത് ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമാണ്. ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് 35-കാരി ആത്മഹത്യ ചെയ്തത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാനുള്ള കാരണമെന്ന് ആദ്യം സംശയിച്ചവരുണ്ട്. പിന്നീട് ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നതോടെയാണ് കൊല്ലം പോരുവഴി സ്വദേശി സുഹൈൽ അൻസാരിയിലേക്ക് അന്വേഷണം എത്തിയത്. ഇതോടെ സുഹൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടമ്പനാട് സ്വകാര്യ സ്കൂളിലെ സഹപ്രവർത്തകയായിരുന്ന യുവതിക്ക് സുഹൈൽ അയച്ച വാട്സാപ്പ് ചാറ്റുകളാണ് അയാൾക്ക് വിനയായത്. ഈ മാസം 14 രാവിലെയാണ് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് സുഹൈലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യുകയും നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു വരികയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ആത്മഹത്യ എന്നും കുറിപ്പിലുണ്ട്. ഇരുവരും ഒരേ സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരായിരുന്നു. യുവതി റിസപ്ഷനിസ്റ്റും സുഹൈൽ PRO ആയുമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇരുവരും പരിചയക്കാരുമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് സുഹൈൽ അൻസാരി. യുവതിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ഏനാത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. അറസ്റ്റിലായ സുഹൈലിനെ കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രതിയുടെ ഫോൺ വിശദമായി പരിശോധിക്കും. പത്തനംതിട്ട. കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവളർന്ന ബാല്യം. ദാമ്പത്യ തർക്കത്തെ തുടർന്ന് മാതാപിതാക്കൾ പരസ്പരം വേർപിരിഞ്ഞതോടെ ഒറ്റപ്പെട്ട കൗമാരം. പിന്നീട് പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹമോ കരുതലോ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതിനിടെ സ്നേഹം നടിച്ച് അവളെ അയൽവാസിയും ബന്ധുവും ലൈംഗികമായി ചൂഷണം ചെയ്തു. സ്കൂളിലെ കൗൺസിലിംഗിൽ +1 വിദ്യാർത്ഥിനി എല്ലാം തുറന്നു പറഞ്ഞതോടെ അവളുടെ ജീവിതം തകർത്ത 2 പേരും അറസ്റ്റിലായി. പക്ഷേ അവളെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായില്ല. കടുത്ത മാനസിക സമ്മർദ്ദം കാരണം ഒടുവിൽ ആ പെൺകുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. വയനാട് കൽപ്പറ്റയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ കൂടുതൽ പേർ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിയായ 16-കാരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്.
വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ നേരത്തെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബന്ധുവും അയൽവാസിയുമാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. ഇത് സ്കൂൾ അധികൃതർ ഈ മാസം 10-ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം നടത്തി വന്നത്. 2 പ്രതികളും ഈ മാസം 11 മുതൽ റിമാൻഡിലാണ്. 2025 മുതൽ അയൽവാസിയിൽ നിന്ന് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായതായി പറയപ്പെടുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബലാത്സംഗം നടന്നതായി കണ്ടെത്തിയിട്ടില്ല. നടന്നത് ലൈംഗികാതിക്രമമാണെന്നാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ പിടിയിലായെങ്കിലും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു പെൺകുട്ടിയെന്നും അതാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നുമാണ് സൂചന. മാതാപിതാക്കൾ വേർപിരിഞ്ഞ ശേഷം പിതാവിനൊപ്പമായിരുന്നു കുട്ടി താമസിച്ചിരുന്നത്. പീഡന വിവരം പുറത്തു വന്നിട്ടും കുട്ടിയെ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കാതെ അധികൃതർ വീഴ്ച വരുത്തിയതായും ആരോപണമുണ്ട്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 വയനാട്. കോവിഡ് കാലത്ത്, അതായത് 6 വർഷം മുൻപ് തലസ്ഥാന നഗരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ആര്യനാട് മോഹനൻ തിരോധാനം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന മോഹനനെ 2020 മെയ് 8-നാണ് കാണാതാകുന്നത്. പേരൂർ കടയിലെ സഹകരണ ബാങ്കിൽ നിന്ന് 50 പവൻ സ്വർണവും 60,000 രൂപയുമായി സ്കൂട്ടറിൽ ആര്യനാട്ടേക്ക് യാത്ര തിരിച്ച മോഹനനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ പല ദുരൂഹതകളുമുണ്ട്. മോഹനന് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ട നിലയിൽ ഒരു സ്കൂട്ടർ കണ്ടെത്തിയതോടെ മോഹനൻ തിരോധാന കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. 6 വർഷം മുൻപ് കാണാതായ സ്ഥലങ്ങളിലും ആറ്റിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. എന്നാൽ യാതൊരു തുമ്പും കിട്ടാത്തത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയാണ്. ഭാര്യ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പറന്തോട് ശാഖയുടെ മേൽനോട്ടക്കാരനായിരുന്നു മോഹനൻ. വർഷങ്ങളായി സ്ഥാപനത്തിൽ നിന്ന് ബാങ്കിലേക്ക് പണവും സ്വർണവും കൊണ്ടുപോകുന്നതും എടുക്കുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. 2020 മെയ് 8-ാം തീയതിയും പതിവ് പോലെ പേരൂർ കടയിലെ ബാങ്കിലെത്തി. 50 പവനും 64,000 രൂപയുമായി അവിടെ നിന്ന് KL 21P 2105 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ആക്ടീവ സ്കൂട്ടറിൽ മടങ്ങുകയും ചെയ്തു. പിന്നീടാരും മോഹനനെ കണ്ടിട്ടില്ല. കാണാതായതോടെ അന്നേ ദിവസം തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കരകുളം ഭാഗത്തെ CCTVയിൽ മോഹനൻ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരിടത്തും CCTV ദൃശ്യങ്ങളിൽ മോഹനനെ കാണാനായില്ല. പട്ടാപ്പകൽ നടുറോഡിലൂടെ സ്കൂട്ടറിൽ പോയ ആളെ കാണാതായി 6 വർഷമായിട്ടും കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ക്രൈംബ്രാഞ്ച്. മോഹനനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായോ എന്തെങ്കിലും തരത്തിൽ മോഹനന് സാമ്പത്തിക ബാധ്യത ഉള്ളതായോ അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതോടെയാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. ഇതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തി. മോഹനന്റെ തിരോധാനത്തിന് പിന്നിൽ സ്വർണം തട്ടുന്ന കൊട്ടേഷ സംഘത്തിന്റെ ഇടപെടലുണ്ടെന്ന സംശയത്തിൽ ആ വഴിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു. സംഘത്തിലെ പലരുടെയും മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം നടത്തിയത്. കൊട്ടേഷൻ സംഘത്തിലെ ചിലർക്ക് ഈ സംഭവത്തിന് ശേഷമുണ്ടായ വരുമാന വർധനവ് ക്രൈംബ്രാഞ്ച് നിരീക്ഷിച്ചിരുന്നു. സ്വർണ്ണ ഇടപാട് നടത്തുന്ന ഒരാളുടെ വീട്ടിൽ പരിശോധന നടത്തി. ഫോറൻസിക് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. രക്തക്കറ ഉൾപ്പെടെ കിട്ടിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല.
ഒടുവിൽ മോഹനനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പോലീസ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ആരും വിവരങ്ങൾ പങ്കുവച്ചില്ല. ഒരാഴ്ച മുൻപ് മോഹനനെ കാണാതായ സ്ഥലത്തിന് സമീപത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥലത്ത് പരിശോധന. എന്നാൽ കാര്യമായ തുമ്പൊന്നും ലഭിച്ചില്ല എന്നാണ് വിവരം. ഇവിടെ നിന്നും ലഭിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്കൂട്ടർ കുഴിച്ചിട്ട നിലയിൽ കണ്ടത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖല ഇപ്പോൾ തട്ടിപ്പിൻ്റെ ഒരു ലോകമാണ്. സാമ്പത്തിക നേട്ടം മാത്രമാണ് പലരുടെയും ലക്ഷ്യം. എന്നാൽ സാമ്പത്തികമായ ചതിയും വിശ്വാസവഞ്ചനയും പിന്നീട് കേസിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവും സംവിധായകനും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതൊടുവിൽ അറസ്റ്റിലാണ് കലാശിച്ചത്. സിനിമയ്ക്ക് 2.25 കോടി രൂപ ചിലവാകുമെന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ പണം തട്ടിയെന്ന കേസിൽ സംവിധായകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംവിധായകൻ ഷംസു സൈബ എന്നറിയപ്പെടുന്ന ഷംസുദ്ദീനെയാണ് തൃപ്പൂണിത്തുറ പോലീസ് പിടികൂടിയത്. സാമ്പത്തിക തട്ടിപ്പും വിശ്വാസവഞ്ചനയും നടത്തിയെന്നാരോപിച്ചുള്ള നിർമ്മാതാവിന്റെ പരാതിയിലാണ് അഭിലാഷം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഷംസുദ്ദീനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംവിധായകന്റെയും മറ്റുള്ളവരുടെയും നടപടികൾ മൂലം തനിക്ക് 4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് തൃപ്പൂണിത്തുറ സ്വദേശി ആൻ സരിക ആന്റണിയുടെ പരാതി. 2.25 കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് സംവിധായകൻ വിശ്വസിപ്പിച്ചു. എന്നാൽ ചിത്രം ഷൂട്ട് ചെയ്യുന്നതിൽ അനാവശ്യ കാലതാമസമുണ്ടാക്കി നീട്ടിക്കൊണ്ടുപോവുകയും 3.25 കോടി രൂപ ചെലവഴിപ്പിച്ചുവെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. തുടർന്ന് സിനിമയുടെ അന്തിമ ജോലികൾക്കായി ഹാർഡ് ഡിസ്കുകൾ ദുരുപയോഗം ചെയ്തു. ജോലികൾ പൂർത്തിയായ ശേഷം മാസ്റ്റർ പ്രിന്റ് നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ ചിത്രത്തിന്റെ സംവിധായകൻ മറ്റുള്ളവരുടെ സഹായത്തോടെ കൈവശപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ഇതുവഴി നിർമ്മാതാവിന് 97 ലക്ഷം രൂപയുടെ നേരിട്ടുള്ള നഷ്ടവും 2 കോടി രൂപയുടെ പ്രതീക്ഷിച്ചിരുന്ന വ്യാപാര നഷ്ടവും അടക്കം 4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നിർമ്മാതാവും സാങ്കേതിക പ്രവർത്തകരും തമ്മിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട അടക്കം തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തർക്കം പിന്നീട് ഫെഫ്കയിലെത്തുകയും ഇവിടെ പരാതിയിൽ തീർപ്പുണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഈ മാസം 3-ന് ആൻ സരിക സംവിധായകന് പുറമെ മറ്റ് അണിയറ പ്രവർത്തകരായ മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് സൽമാൻ, ബിലാൽ റഷീദ്, നിമൽ നസീർ, വിതരണക്കാരായ ക്യൂബ് സിനിമ ടെക്നോളജീസ് തുടങ്ങിയവർക്കെതിരെ പരാതി നൽകുകയായിരുന്നു. ഷംസുദ്ദീൻ സംവിധാനം ചെയ്ത അഭിലാഷം OTTയിൽ എത്തിയപ്പോൾ മികച്ച പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. സൈജു കുറുപ്പും തൻവീർ റാമുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പും ഇഡിയുടെ ചോദ്യം ചെയ്യലുമെല്ലാം മാധ്യമങ്ങളുടെ നുണപ്രചാരണമാണെന്ന് പഴി പറഞ്ഞ ആളാണ് നടൻ ജയസൂര്യ. എന്നാൽ ഇപ്പോൾ ആരാണ് നുണ പറഞ്ഞതെന്ന് നാട്ടുകാർക്ക് ബോധ്യമായിട്ടുണ്ട്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ ജയസൂര്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. താരത്തിന്റെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്ന ജയസൂര്യയെ ഇഡി 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. തട്ടിപ്പ് പണം ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും എത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസ് പ്രതികളുടെ അക്കൗണ്ടിൽ നിന്നും 1 കോടിയോളം രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ജയസൂര്യയിലേക്കും എത്തിയെന്ന നിഗമനത്തിലാണ് ഇഡി. 180 ദിവസത്തേക്കാണ് നടപടി. ഈ സ്വത്തുക്കൾ താരത്തിന് ക്രയവിക്രയം നടത്താൻ കഴിയില്ല. കേരളത്തിന്റെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്, രാജ്യത്തെ ആദ്യ ഓൺലൈൻ ലേല ആപ്പ് തുടങ്ങി പല ടാഗ് ലൈനുകളിലായാണ് സേവ് ബോക്സ് ആപ്പ് തുടങ്ങിയത്. ആപ്പിന്റെ ലോഞ്ചിംഗ് ദിന ചടങ്ങിന്റെ ദൃശ്യങ്ങളിൽ താരങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു.
അതിൽ സംരംഭത്തിന്റെ മുഖമായി എത്തിയത് ജയസൂര്യയായിരുന്നു. ആപ്പ് ഉടമ സാദിഖ് റഹീം വൻ സാമ്പത്തിക തട്ടിപ്പിൽ പിടിയിലായതോടെ ജയസൂര്യ അടക്കമുള്ള താരങ്ങൾ ഇതിന്റെ പ്രചാരണത്തിനായി പ്രവർത്തിച്ചതിൽ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ഇതാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് നയിച്ചതും. പോലീസ് തുടങ്ങിയ അന്വേഷണം ഇ ഡി ഏറ്റെടുത്തതോടെ സാദിഖ് റഹീമിനെ ആദ്യം ഇ ഡി ചോദ്യം ചെയ്തു. 100ഓളം പേരിൽ നിന്നും കോടികൾ തട്ടിച്ചതിന് തൃശൂർ സ്വദേശി സാദിഖ് റഹീമിനെ 2023 തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. സ്വന്തം സുരക്ഷ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. എന്നാൽ അങ്ങനെയുള്ള ആളുകളോട് പോലും ക്രൂരത കാണിക്കുന്നവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? പാലക്കാട് മണ്ണാർക്കാട് ആംബുലൻസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ്. രോഗിയുമായി മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ കാത്തിരുന്ന ഡ്രൈവർ അനിലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 അലനല്ലൂർ ഭാഗത്താണ് സംഭവം. ആംബുലൻസ് ഡ്രൈവർ അനിലിനാണ് മർദ്ദനമേറ്റത്. അടിയന്തരമായി ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട രോഗിയെ ആംബുലൻസിൽ കയറ്റുന്നതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചതായാണ് പരാതി. ക്ലിനിക്കിലെ ജീവനക്കാരുമായി ഉണ്ടായ തർക്കം സംഘർഷത്തിലെത്തുകയും ഇതിനിടയിൽ ആംബുലൻസ് ഡ്രൈവറെയും ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. രോഗിയെ ആംബുലൻസിൽ കയറ്റി ബൈസ്റ്റാൻഡറെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് അക്രമമുണ്ടായത്. രോഗിയെ കയറ്റിയിട്ടും വാഹനം എടുത്തതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായതും മർദ്ദിച്ചതും. പിന്നീട് ബൈസ്റ്റാൻഡർ എത്തി രോഗിയെ ഇതേ ആംബുലൻസിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. ദേശീയ അന്വേഷണ ഏജൻസി 7 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചയാളാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ മൊയ്തീൻ കുട്ടി. PFI തീവ്രവാദ കേസിലും കൈവെട്ട് കേസിലും പ്രതി. ആയുധ പരിശീലന കേസിലടക്കം പ്രതിയായ ഈ മലപ്പുറം സ്വദേശി കുറേ നാളുകളായി പിടികിട്ടാപ്പുള്ളിയായിരുന്നു. PFI നിരോധനത്തിന് പിന്നാലെയാണ് മൊയ്തീൻ കുട്ടി വിദേശത്തേക്ക് കടന്നത്. ഗൾഫിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ NIA അറസ്റ്റ് ചെയ്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് NIAയുടെ തീരുമാനം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയെ NIA ആണ് അറസ്റ്റ് ചെയ്തത്. ആയുധ പരിശീലന കേസിലാണ് അറസ്റ്റ്. മൊയ്തീൻ കുട്ടി 2022 മുതൽ ഒളിവിലായിരുന്നു. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്ത കേസിൽ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഇയാൾ. മൊയ്തീൻ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർക്ക് 7 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. PFI നിരോധിക്കുകയും രാജ്യവ്യാപകമായ റെയ്ഡ് നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് മൊയ്തീൻ കുട്ടി വിദേശത്തേക്ക് കടന്നത്. വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ പ്രതി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ NIA സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. PFI തീവ്രവാദ കേസിലെ 70ാം പ്രതിയാണ് ഇയാൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന വിഭാഗത്തിന്റെ കോർഡിനേറ്ററായിരുന്നു മൊയ്തീൻ കുട്ടി എന്നാണ് NIA പറയുന്നത്. മൊയ്തീൻ കുട്ടി നേരത്തെ കൈവെട്ട് കേസിലും പ്രതി ചേർക്കപ്പെട്ടയാളാണ്. പ്രതിയെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി തുക ലാഭം ലഭിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. കുളപ്പള്ളി സ്വദേശിയിൽ നിന്ന് ട്രേഡിംഗിന്റെ പേരിൽ കബളിപ്പിച്ച് 11 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ താനൂർ സ്വദേശി മുഹമ്മദ് തക്സീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ അറസ്റ്റിലായ പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്.
ഒക്ടോബറിലാണ് കുളപ്പുള്ളി സ്വദേശിയായ ഉജേഷിനെ തട്ടിപ്പ് സംഘം ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടത്. തുടർന്ന് ഷെയർ മാർക്കറ്റിലൂടെ കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത് 11 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. പണം നൽകിയ ശേഷം ഇവരിൽ നിന്ന് മറുപടിയില്ലാതായതോടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. പരാതിക്കാരന്റെ നഷ്ടപ്പെട്ട തുകയിൽ നിന്നും 1 ലക്ഷം രൂപ മുഹമ്മദ് തസ്ഹീറിന്റെ അക്കൗണ്ടിലേക്ക് പോയതായും പ്രതി ഈ തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ നേരത്തെ ചെർപ്പുളശ്ശേരി കാറൽമണ്ണ മൂത്തേടത്ത് മുഹമ്മദ് അഫ്സലിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാം പ്രതിയെ കഴിഞ്ഞ ദിവസം താനൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ വി രവികുമാർ, ASI രവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. +2 പഠനത്തിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് മലപ്പുറം ചേലുംപാടം സ്വദേശി ഹാഷിക്കിനെ വീട്ടുകാർ എഞ്ചിനീയറിംഗിന് ചേർത്തത്. സ്കൂൾ തലം മുതൽ പഠിക്കാൻ മിടുക്കൻ. എന്നാൽ കോളേജിലെ കൂട്ടുകെട്ടുകൾ അവനെ ലഹരിയിലേക്ക് എത്തിച്ചു. അതോടെ പഠനം പാതിവഴിയിൽ മുടങ്ങി. പിന്നീട് മയക്കുമരുന്ന് ഇടപാടായിരുന്നു ഹാഷിക്കിന്റെ പ്രധാന പണി. മലപ്പുറം ജില്ലയിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണിയായി ഈ ചെറുപ്പക്കാരൻ മാറി. കഴിഞ്ഞ ദിവസം 1/2 കിലോ MDMAയുമായി ഹാഷിക്കിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കഥകൾ പുറത്തു വന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപയും വാഹനവും എക്സൈസ് പിടിച്ചെടുത്തു. ഈ മേഖല കേന്ദ്രീകരിച്ച് ലഹരി കൈമാറ്റമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൃത്യമായ സൂചനകൾ കിട്ടി. പിന്നാലെ പരിശോധന. ഹാഷിക്കടക്കം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു റെയ്ഡ്. കണ്ടെത്തിയത് 525 ഗ്രാം MDMA. ചേലമ്പ്ര ഭാഗത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് ഹാഷിക് എന്ന് പറയുന്ന ഒരു 28 വയസ്സുള്ള പയ്യൻ, അവൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. ഒപ്പം തന്നെ ഇപ്പം മറ്റ് ജോലികൾക്ക് വേണ്ടി പോകുന്നു. അയാളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒപ്പം തന്നെ ഒരു കാറ് ബന്ധപ്പെട്ടു ഈ കേസിലേക്ക് കാറ് തോണ്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തം 525 ഗ്രാം MDMA. അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്. 20 വർഷം ശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വരുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഓഫൻസാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടരന്വേഷണം. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് അന്വേഷിക്കുന്നത് ബന്ധപ്പെട്ട ജില്ലയിലെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സിബി ആണ്. DC നിലയ്ക്ക് മേൽനോട്ടം ഞാൻ വഹിക്കും. വീടിന്റെ കോണിപ്പടിയോട് ചേർന്ന് വെച്ച ഇരുമ്പലമാരയിലായിരുന്നു കൂടുതൽ അളവിൽ MDMA ഒളിപ്പിച്ചിരുന്നത്. പ്രതിയുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും MDMA കണ്ടെടുത്തു. വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപ റെയ്ഡിനിടെ കിട്ടി. MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസുകളും 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ് പ്രതി ഹാഷിക്. ലഹരി ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളാണ് പ്രതിയെന്നും എക്സൈസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം തിരൂരിൽ അമ്മയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിന്റെ മാല വിദഗ്ധമായി പൊട്ടിച്ചെടുത്ത് 2 യുവതികൾ. ബസ്സിൽ കയറാനുള്ള തിരക്കിൽ ഷാൾ കൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ച മറച്ചായിരുന്നു മോഷണം. പക്ഷെ മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ടെന്ന് മോഷ്ടാക്കൾ ഓർത്തില്ല. തിരൂർ ബസ് സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച പകൽ നടന്ന മോഷണക്കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. മോഷ്ടാക്കൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന.
ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ വൈരങ്കോട് ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ മാല മോഷ്ടിക്കപ്പെട്ടത്. വൈരങ്കോട് തീയാട്ടുത്സവത്തിന് പോകാൻ ബസ്സിൽ കയറാൻ കാത്തുനിന്ന കുടുംബത്തിനൊപ്പമുള്ള കുഞ്ഞിന്റെ മാലയാണ് 2 യുവതികൾ അതിവിദഗ്ധമായി പൊട്ടിച്ചു കടന്നു കളഞ്ഞത്. ചുരിദാറും തട്ടവും ധരിച്ചെത്തിയ യുവതികളാണ് മോഷണം നടത്തിയത്. തിരക്കിനിടയിൽ ചെന്നുനിന്ന് അതിവിദഗ്ധമായാണ് മാല പൊട്ടിച്ചത്. മാല മോഷ്ടിച്ച ശേഷം 2 പേരും കടന്നുകളയുകയും ചെയ്തു. ചൊവ്വാഴ്ച ചെറിയ തീയാട്ടായതിനാൽ ബസ്സിൽ കയറാൻ സാധാരണയിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ആദ്യം ബസ്സിൽ കയറി സീറ്റ് പിടിക്കാനുള്ള തിരക്കിനിടെ കുഞ്ഞിനെയും എടുത്തു നിൽക്കുകയായിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും പിറകിൽ യുവതി വന്നു നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ പുറകിലെത്തിയ യുവതികളിൽ ഒരാൾ കൈമുട്ട് അല്പം ഉയർത്തി മടക്കി വെച്ച് ഷാൾ കൊണ്ട് കുഞ്ഞിന്റെ കഴുത്തുഭാഗം മറച്ചു. പിന്നെ പതിയെ ഇടം കൈകൊണ്ട് ആരുമറിയാതെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ മുകളിൽ CCTV എല്ലാം കാണുന്നുണ്ടായിരുന്നുവെന്ന് മോഷ്ടാക്കൾ ഓർത്തില്ല. ബസ്സിലെ CCTV ക്യാമറയിൽ മോഷണരംഗം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കളുടെ മുഖവും വ്യക്തമായി കാണാം. വൈകാതെ മോഷ്ടാക്കൾ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. തിരൂർ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിനെ നല്ല രീതിയിൽ കബളിപ്പിച്ചതാണ്. താരത്തിന്റെ വിശ്വാസം മുതലെടുത്ത് അടുത്ത ബന്ധം സ്ഥാപിച്ചു. അങ്ങനെയാണ് ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ എത്തിയത്. ഇഡിക്ക് നൽകിയ മൊഴിയിൽ നടൻ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. മൊഴികൾ പരിശോധിച്ച് വൈരുദ്ധ്യമുണ്ടെങ്കിൽ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യും. അതിനിടെ കേസിലെ പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടിയായി. കേസിൽ തന്ത്രിയുടെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലിലാണ് ജാമ്യം അനുവദിച്ചത്. ശബരിമലയിലെ വിശ്വാസി എന്ന നിലയ്ക്കാണ് ചടങ്ങുകളിൽ പങ്കെടുത്തതെന്നാണ് ജയറാമിന്റെ മൊഴി. വീട്ടിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തിയിരുന്നു. പൂജയുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ല. പൂജ നടത്തിയവർക്ക് ചെറിയൊരു തുക ദക്ഷിണ മാത്രമാണ് താൻ നൽകിയതെന്നും ജയറാം മൊഴി നൽകി. പൂജാ സമയത്തെ ചിത്രങ്ങളും ജയറാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ശബരിമലയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം തുടങ്ങിയതെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. ജയറാമിന്റെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് ED അറിയിച്ചു. സാക്ഷി എന്ന നിലയിലാണ് ഇപ്പോൾ ജയറാമിന്റെ മൊഴിയെടുത്തത്. സ്വർണ്ണ കവർച്ചാ കേസിൽ മുഖ്യപ്രതികളെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 2ാം ഘട്ട ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2 കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചത് SITക്ക് തിരിച്ചടിയായി. ഭരണപരമായ കാര്യങ്ങളിലല്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്കുള്ളതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം പരാജയപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിൽ മോചിതനായ 6ാമത്തെ പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. കഴിഞ്ഞ ജനുവരി 9-നാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വൈകിട്ടോടെ തന്ത്രി പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ച ഹർജി കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KP ശങ്കരദാസ് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഈ മാസം 23-ന് വാദം കേൾക്കും. കേസിൽ ഇതുവരെ SIT പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ന്യൂസ് 18 കൊച്ചി, കൊല്ലം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യയിൽ കാരണം തേടി കേരള പോലീസ്. 2 SP-മാർ കർണാടകയിലെ SIT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുവെന്നാണ് വിവരം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ആത്മഹത്യ കാരണമായോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ലെന്നുമാണ് കർണാടക SITയുടെ നിലപാട്. കേരളത്തിൽ നിന്നുള്ള 2 SP-മാരാണ് കർണാടകയിലെ SIT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടത്.
റോയുടെ ബിസിനസ്സുകൾ കേരളത്തിലുള്ളതിനാലാണ് കേരള പോലീസും അന്വേഷണത്തിന് ശ്രമിക്കുന്നത്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും SIT വ്യക്തമാക്കി. കേരള പോലീസിന് വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കണമെന്നും SIT വ്യക്തമാക്കി. റോയുടെ മരണം ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറഞ്ഞിരുന്നു. ബിസിനസ് ഇടപാടുകളുടെ പ്രശ്നങ്ങൾ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടാണോ റോയ് ആത്മഹത്യ ചെയ്തത് എന്നാണ് SIT കണ്ടെത്തുക. അന്വേഷണം അവസാന ഘട്ടത്തിലായതിനാൽ ആത്മഹത്യയുടെ കാരണം ഉടൻ അറിയാം. ജനുവരി 30-നായിരുന്നു ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ വെച്ച് IT റെയ്ഡിനിടെ റോയ് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ ഭൂമാഫിയുടെ ഭീഷണിയും സമ്മർദ്ദവും കാരണം ഗൃഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ച കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. നെടുങ്കണ്ട സ്വദേശി നടരാജൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഭൂമാഫിയുടെ ഇടപെടൽ മൂലമെന്നാണ് കുടുംബത്തിന്റെ പരാതി. സ്വന്തമായി വീട് നിർമ്മിക്കാൻ തീരുമാനിച്ച നടരാജനെതിരെ ഒരു സംഘം ആളുകൾ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ തുടർച്ചയായി പരാതി നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കീടനാശിനി കഴിച്ച് ഗുരുതരാവസ്ഥയിലായ ഗൃഹനാഥൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 8-നാണ് നടരാജൻ കീടനാശിനി കഴിച്ചത്. കൂലിവേലക്കാരനായ നടരാജൻ വീട് വെക്കുന്നതിനായി പുഷ്പകണ്ഠത്ത് റോഡരികിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. കഴിഞ്ഞയിടെ വീട് നിർമ്മിക്കാൻ തറവൊരുക്കുന്ന ജോലികൾ ആരംഭിച്ചു. മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മുതൽ ചിലർ നിരന്തര പരാതികളുമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതായാണ് ആരോപണം. വില്ലേജ് ജീവനക്കാർ എന്ന പേരിലെത്തിയ 2 സ്ത്രീകൾ ജോലി നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടു. ബാങ്ക് വായ്പ തരപ്പെടുത്തി വീട് നിർമ്മിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തുടർച്ചയായി തടസ്സങ്ങൾ നേരിട്ടതോടെ നടരാജൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നും ഇതാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതിന് കാരണമെന്നും ഭാര്യ ഷീല പറഞ്ഞു. ഒരു വീട് വെക്കാനായിട്ട് മണ്ണെടുത്ത് ഈ കല്ല് പൊട്ടിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ വില്ലേജിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞ് 2 സ്ത്രീകൾ ഇവിടെ വരികയും അദ്ദേഹം ഇവിടെ കല്ല് പെറുക്കി കൂട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കല്ലുപണി നിർത്തിവെക്കണമെന്നും ലോറിക്ക് ഇവിടുന്ന് കല്ലടിക്കുകയാണെന്ന് പറഞ്ഞ് പരാതി ചെന്നെന്ന് പറയുകയും ഈ പണി നിർത്തിവെക്കാത്ത പക്ഷം അവർ പറയുന്ന പിഴത്തുക അടയ്ക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ആകെ ഭയന്ന് ഒരു ഭയങ്കര വിഷമത്തിൽ സങ്കടാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, ഇത് പണി നിർത്തിവെക്കാനാണ് പറഞ്ഞ് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നമ്മളിവിടെ വീട് വെച്ച് താമസിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. പുള്ളി അന്ന് മുതൽ ആകെപ്പാടെ ഒരു മാനസികമായ ഒരു വിഷമത്തിൽ പുള്ളിയൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ട് പോവുക. പക്ഷേ ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നുള്ളത് ഞാൻ ഓർത്തില്ലായിരുന്നു. മുൻപ് ഭൂമി വിൽക്കുന്നുണ്ടോ എന്ന് ചിലർ ഇവരോട് ചോദിച്ചിരുന്നു. ടൂറിസം സാധ്യതകളുള്ള മേഖലയാണ് ഇവിടം. ഭൂമാഫിയയുടെ ഇടപെടലാണ് നിർധന കുടുംബത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെയും ആരോപണം. ഈ 10 സെന്റുകാർ, അതായത് ഒരു പെര വെക്കാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ മണ്ണെടുത്തിന് ഇച്ചിരി കല്ല് പൊട്ടിച്ച് ഇത്ര പ്രശ്നമാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും? നമുക്കൊരു പെര വെക്കാൻ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇതൊരു ഭൂമാഫിയയുടെ ഒരു വലിയ ഒരു നേതൃത്വം തന്നെ ഇതിന് മുന്നേ പറയിലുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബലമായ സംശയം. കുടുംബ പ്രശ്നം മൂലമാണ് നടരാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസിലും ലീഗൽ സർവീസ് കമ്മിറ്റിക്കും ജനകീയ കൂട്ടായ്മ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നവജാത ശിശു ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചുവെന്ന പരാതിയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന് സസ്പെൻഷൻ. ഡോക്ടർ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്ന കുഞ്ഞിന്റെ അച്ഛന്റെ ആരോപണത്തിനും വ്യാപക പ്രതിഷേധത്തിനും പിന്നാലെയാണ് നടപടി. സോളാർ കേസുമായി ബന്ധപ്പെട്ട സരിത നായരുടെ കത്തിലെ പേജുകൾ കൂട്ടിച്ചേർത്തു എന്ന കേസിൽ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി മന്ത്രി KB ഗണേഷ് കുമാർ കോടതിയെ സമീപിച്ചു. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടപടികൾ തുടരുന്നത്. കൊല്ലം കടക്കലിൽ SFI നേതാവ് തൂങ്ങി മരിച്ച നിലയിൽ. SFI കടക്കൽ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഭിനന്ദാണ് മരിച്ചത്.
15 ലിറ്റർ മദ്യവും 58 കുപ്പി ബിയറുമായി സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചിയിൽ എക്സൈസിന്റെ പിടിയിലായി. ആക്ഷൻ ഹീറോ ബിജു അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള തിരൂർ സ്വദേശി അൽക്കു എന്ന ഷെഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം വളാഞ്ചേരിയിൽ താലപ്പൊലി മഹോത്സവത്തിനിടെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് കൊടുമുടി സ്വദേശി മുഹമ്മദ് ആഷിഖ്. കുറ്റിപ്പുറത്ത് ശിവരാത്രി ഗാനമേളയ്ക്കിടെ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. നരിപ്പറമ്പ് സ്വദേശികളായ യഹിയ, ശ്രീരാഗ്, അതുലൂർ സ്വദേശി മുബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. വയനാട്ടിൽ അഭിഭാഷകയെ മർദ്ദിച്ചുവെന്ന് പരാതി. ബത്തേരി ബാറിലെ അഡ്വക്കേറ്റ് ആതിരയെ മർദ്ദിച്ച സംഭവത്തിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ഈ നാട്ടിൽ നിയമം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം പോലീസുകാർക്കാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ പോലീസിന് നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയാലോ? അതിന് ഈ നാട്ടിൽ ഒരാൾക്കും അധികാരമില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നിയമക്കുരുക്ക് കൂടി മനസ്സിലാക്കണം. ചെങ്ങന്നൂർ SHOയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയവർക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. സംഭവത്തിൽ യുവതി ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച SHO ബർമുടയും ടീഷർട്ടും ധരിച്ച് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ മോശം പരാമർശത്തോടെ ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് മറ്റു പലരും അത് ഷെയറും ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് അടിയന്തരമായി വിളിച്ചപ്പോഴാണ് വ്യായാമ വസ്ത്രത്തിൽ SHO പെട്ടെന്ന് സ്റ്റേഷനിലെത്തിയത്. പോലീസുകാർ യൂണിഫോം ധരിച്ച് ഡ്യൂട്ടിക്ക് വരണമെന്ന് കർശനമായ നിർദ്ദേശമുള്ളതാണ്. എന്നാൽ ഒരു അത്യാവശ്യ കാര്യത്തിന് സിവിൽ ഡ്രസ് ഇട്ട് ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്ക് എത്തേണ്ട സാഹചര്യമുണ്ടാകാം. അതിൻ്റെ പേരിൽ പോലീസുകാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നവർ ഒരു കാര്യം ഓർക്കണം, അവർക്കും സ്വകാര്യതയുണ്ട്. അതിന്മേൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ നിയമപരമായ നടപടി ഉറപ്പാണ് കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.